മീനൊന്നും എടുക്കാനില്ലാത്ത ദിവസം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴുതന പീര വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. മീൻ ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ കൂട്ടിയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ഇതുപോലെ നീളമുള്ള കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറയ്ക്കേണ്ട, ഈ ഒരു രീതിക്ക് തന്നെ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. ഒരുപാട് കനമൊക്കെ കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ കനം കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം നമ്മളുടെ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും പിന്നെ അവനവൻ്റെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടെ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ആ പൊടികളൊക്കെ വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാത്രത്തിൽ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ എളുപ്പപ്പണിക്കാട്ടോ ഇതിനകത്തോട്ട് തന്നെ എണ്ണ ഒഴിച്ചത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, അങ്ങ് മൊരിച്ച് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട. ബ്രിഞ്ചോളൊക്കെ ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞും വരണം, അതുപോലെ തന്നെ ഉൾവശമൊക്കെ ഒന്ന് വെന്തും വരണം. ആ ഒരു രീതിക്ക് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ കിടന്ന് മൊരിയുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. കണ്ടില്ലേ, മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 7-8 കുഞ്ഞുള്ളിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയും പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾക്ക് മഞ്ഞൾ പൊടി, ഉപ്പ്, മുളക് പൊടി പിന്നെ ഒരു ലേശം ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കി കൊണ്ടുവരാം. അരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രിഞ്ചോളൊക്കെ ആ സമയം കൊണ്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. കണ്ടില്ലേ, ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല, ഒന്നും മൊരിഞ്ഞിട്ടുമുണ്ട്, ഉൾവശം ഒന്ന് വെന്തിട്ടുമുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേണ്ട ഒതുക്കി വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കത്തില്ല, തുറന്ന് വെച്ച് മാത്രമേ വേവിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനകത്ത് കുറച്ച് വെള്ളം കൊടുന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ചെറുതായിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെ ആ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറണം. അപ്പം ആ ഒരു രീതിക്ക് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അതായത് നമ്മൾ മീൻകറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പുളിയില്ലേ, അതാണ്. ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു. ആ പുളി ഒരല്പം വെള്ളത്തോട് കൂടെ തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഉപ്പ് പോരായ്ക തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. 1-2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ഒരു മണമാണ് കേട്ടോ നമ്മുടെ ആ ചട്ടിയിൽ നിന്ന് വരുന്നത്. മീൻ പറ്റിച്ചതല്ല എന്ന് ഇത് ആരും പറയത്തില്ല, നല്ല മീൻ പറ്റിച്ചതിൻ്റെ മണം തന്നെയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കോവയ്ക്ക കൊണ്ടൊക്കെ പീര പറ്റിക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് കോവയ്ക്കേനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഈ ബ്രിഞ്ചോൾ പീര പറ്റിച്ചത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മണം നമ്മൾ മണത്ത് കഴിഞ്ഞാൽ മീൻ പറ്റിച്ചതല്ല എന്ന് ആരും തന്നെ പറയില്ല. ടേസ്റ്റ് ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതുപോലെ മീനില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ചോറുണ്ണാൻ പറ്റിയ അടിപൊളി ഒരു കൂട്ടാനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.